ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ നമ്മൾ കുറച്ചായല്ലേ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ല ഇൻഫോർമേറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് വരുമ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പെൻഡിങ് ആയിപ്പോയത്. ഡെയിലി റുട്ടീൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. ഇപ്പോൾ ലോങ് വീഡിയോസ് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ഇട്ടിട്ട് കാര്യമുള്ളൂ. പിന്നെ ഡെയിലി വ്ളോഗ്സ് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഇനി നമ്മൾ ഡെയിലി വ്ളോഗ്സൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പെട്രോളൊക്കെ അടിച്ച് സെറ്റായിട്ട് നമ്മളൊരു ട്രാവലാണ്, ഒരു 2 ദിവസത്തേക്ക് ഒരു ഷോർട്ട് ട്രിപ്പ്, ഒരു സാറ്റർഡേ സൺഡേ മാത്രമായിട്ടുള്ള ഒരു അടിപൊളി സംഭവം. അപ്പോൾ പേരൻസിനും അല്ലെങ്കിൽ കിഡ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇറങ്ങിയിട്ടുള്ള തൃശ്ശൂർക്കാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു 10 മണി അങ്ങനെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് നേരത്തെ പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു മോഡേൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ അയ്യന്തോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എന്തോ ഉള്ളൂ. പക്ഷേ ഭയങ്കര ക്രൗഡ് കണ്ടപ്പം ജസ്റ്റ് റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും 2000-3000 എന്തോ റിവ്യൂസൊക്കെ ഉള്ള ഒരു അടിപൊളി സംഭവം. പഴയൊരു ഹോട്ടലാണ്, വലിയ ബോർഡും കാര്യങ്ങളൊന്നും ഭയങ്കര ഇതായിട്ടൊന്നും ഇല്ല. പക്ഷെ അവിടുത്തെ ബിരിയാണിയും ആ 65 പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പറഞ്ഞാൽ ഈ അടുത്ത കഴിച്ചതിൻ്റെ അകത്തുള്ള ഏറ്റവും അടിപൊളി 65. തൊട്ടടുത്ത് ടേബിളിലുള്ള ഒരു ചേട്ടൻ ഓർഡർ ചെയ്ത് കണ്ടിട്ടാണ് ഞാനും കൂടെ ഓർഡർ ചെയ്തിട്ടോ. ബിരിയാണി ഈ ടൈപ്പാണ്, മറ്റേ നമ്മളെ ബസ്മതി റൈസിൻ്റെ ഹൈദരാബാദി ബിരിയാണിയൊക്കെ പോലത്തെ ബിരിയാണിയാണ്. യാപ്പനും ഇഷ്ടമായിട്ടില്ല, അവൾക്ക് നോർമൽ നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷേ ഈ ബിരിയാണി കിടിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സോ ഇവിടെയാണ് ഇന്നും നാളെയും നമ്മൾ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, ടോട്ടോ മാർക്കറ്റിൽ. അപ്പം ഇത് അയ്യന്തോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഇതൊരു കിഡ്സ് കമ്മ്യൂണിറ്റിയാണ്, അതായത് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ്. അതായത് കുട്ടികൾക്കുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പിന്നെ ഇതേപോലത്തെ കുറേ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ അവർ ഫ്ലീ മാർക്കറ്റ്സ്, ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു അവർ ഫ്ലീ മാർക്കറ്റ് കിഡ്സിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതൊരു ഭയങ്കര ബ്രില്യൻറ്റ് ഐഡിയ ആയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്തൊക്കെ വെറൈറ്റി ഓഫ് ടാലൻസ് ആണ് കുട്ടികൾക്കുള്ളത് എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യുന്നത്. വലിയ ആൾ ചെയ്യുന്നതിനെക്കാട്ടിലും 10 times എഫേർട്ട് എടുത്തിട്ടും അവരുടെ ബ്രില്യൻ ലെവൽസും ഒന്നും പറയണ്ട. അങ്ങനത്തെ കുട്ടികളാണ് അവിടെ മൊത്തം ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. സോ കസ്റ്റമൈസ് ചെയ്യുന്നതും ഉണ്ടായിരുന്നു, അല്ലാണ്ടും നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്തതും പ്രീ മേക്ക് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെറ്റ് ആക്കിയിട്ട് പോലും ഇല്ല, അപ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും വീഡിയോസൊന്നും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് ബാക്കിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. യാപ്തീസ് ലിറ്റിൽ മാഗ്നറ്റോ യാപ്തീസ് ശ്രീശാന്ത് എന്ന് പറഞ്ഞ പേജിലൊക്കെ ആയിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതാണ് അവരുടെ പ്ലേ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് തലശ്ശേരിയിൽ നിന്ന് നേരെ ടോട്ടോലാൻഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് സമയം ഉണ്ടായിരുന്നില്ല. 3 മണിയാകുമ്പോൾ എങ്കിലും എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഫ്രൈഡേ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്രൈഡേ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സാറ്റർഡേ സൺഡേ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി ഇൻഫോം ചെയ്തു നമ്മൾ. അപ്പം ഇത് എങ്ങനെയോ ഒരു കോയിൻസിഡൻസ് പോലെയോ എന്തോ ഒരു ബ്ലെസ്സിങ് പോലെ കിട്ടിയ ഒരു ഇൻവിറ്റേഷനാണ്. അവിടുന്ന് കിഡ്സിൻ്റെ ഒരു എൻട്രി വേണം, കിഡ്സിൻ്റെ സ്റ്റോൾസിന് ഫ്രീ എൻട്രി ആണെന്ന് പറഞ്ഞിട്ട്. അഡൾട്ട്സിൻ്റെ സ്റ്റോൾസിന് ആക്ച്വലി 15,000 എന്തോ വരുന്നുണ്ട്. കിഡ്സിൻ്റെതും IDQ സെക്ഷനിലൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ യാപ്തിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു എൻട്രിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യാപ്പിന് വാഷ്റൂമും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ഒരു പ്ലേ ഏരിയ, ഈ ഒരു സെക്ഷൻ തന്നെ നമ്മൾ കാണുന്നത്. അടിപൊളിയായിരുന്നു. മെല്ലെ അവിടെ വെച്ചിട്ട് മെല്ലെ കിക്ക് ചെയ്യും. ഈ ആപ്പിന് വന്നിട്ടുള്ള പേർപ്പസ് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ആ പ്ലേ ഏരിയ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾ ആകെ എക്സൈറ്റഡ് ആയി. ഒരുപാട് കളിക്കാനുണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇത്രയും നല്ലൊരു പാർക്ക് പോലും ഇല്ല. അപ്പം അതുകൊണ്ടാണോ എന്താ അറിയില്ല, മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമല്ലേ ഇത്രയും പ്ലേ ഏരിയയും സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇത് കണ്ടപ്പോഴത്തേക്ക് അവൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് വരാനേ ഇഷ്ടമില്ല. അപ്പം ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് രാത്രി നമുക്ക് തിരിച്ചു പോകുമ്പോൾ കളിക്കാം, ഇപ്പം വന്ന കാര്യം പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ്. ഇത് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇട്ടിട്ടുള്ളൊരു സ്റ്റോളാണ്, ഒരു ചെറിയ മോളാണ്. അതിൻ്റെ കേക്ക് ബേക്ക് ചെയ്യുന്നത് മോളല്ല, മോളുടെ അമ്മയാണ്. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെറോലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 വയസ്സെന്തോ ആണ് മോൾക്കുള്ളത്. ബട്ട് ആൾ നന്നായിട്ട് കസ്റ്റമേഴ്സിനെയൊക്കെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ട്രൈ ചെയ്യൂ, ടേസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. നൈസായിരുന്നു മോള്.
കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ടോട്ടോ ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഫ്ലീ മാർക്കറ്റിലുണ്ടായിരുന്നു. കഴിക്കാനാണെങ്കിലും കാണാനാണെങ്കിലും കളിക്കാനാണെങ്കിലും ഒന്നും പറയണ്ട. അവിടെ മൊത്തത്തിലൊരു കിഡ്സ് മയമായിരുന്നു. കണ്ടിട്ട് നമ്മൾ തന്നെ ഒരു എന്താ പറയുക, തൃശ്ശൂരിലൊരു ഡിസ്നി ലാൻഡിലൊക്കെ വന്ന പോലെ, അതായത് ആ ലെവൽ, അത് ഡിസ്നി ലാൻഡ് എന്നല്ല, ബട്ട് ആ കൈൻഡ് ഓഫ് ആ ഒരു ഹാപ്പിനെസ് കുട്ടികൾക്ക് കിട്ടില്ലേ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിക്കൽ, അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. യാപ്പോ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. അവൾ വന്ന കാര്യമോ അവൾക്ക് മാഗ്നറ്റും ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട, അവൾക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്താൽ മതി. അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അത്യാവശ്യം കിഡ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കിഡ്സ് കസ്റ്റമേഴ്സ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഉണ്ട്. അവർക്ക് പോയി കാണുകയും ചെയ്യണം, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് തന്നെ ഒരു മോൻ സ്വന്തമായിട്ട് ഗെയിംസ് ഡെവലപ്പ് ചെയ്തു. നമ്മളെ ഈ മാരിയോക്കെ പോലത്തെ ഗെയിംസിലെ അങ്ങനത്തെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു മോള് സ്വന്തമായിട്ട് ക്ലിപ്സും ഓർണമെൻറ്റ്സും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സരോലേഷ്യസിലെ ഓണർ കേട്ടോ, ചെറിയ മോളാണ് ഇത്. അവൻ്റെ കസിൻ എന്തോ ആണ്. ഇഷ്ടം പോലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇൻസ്റ്റയിലാണ് ഇട്ടിട്ടുള്ളത്. ബിക്കോസ് ഈ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ ഇപ്പോൾ. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഇതും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻറ്റിന് വേണ്ടിയിട്ട് അവർ തന്നെ പേഴ്സണൽ മെസ്സേജ് പോലെയൊക്കെ ചെയ്തിട്ട് ഉള്ളതായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെയാണ് അവർ എഴുതുന്നത്. കണ്ടു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സും അതേപോലെയാണ് നമ്മൾ മാഗ്നറ്റ്സൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തില്ല. അപ്പം അവരുടെ തന്നെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് അവരുടെ ഇമോഷൻസ് പുറത്തേക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവരുടെ മക്കൾ വരച്ചതോ ചെയ്തതോ ആയിട്ട് ചെയ്യുമ്പം എല്ലാവരും പേരൻസാണ് കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞപ്പം പപ്പേനെ ഏൽപ്പിച്ചിട്ട് ഞാനും യാപ്പും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരുപാട് ഉണ്ടായിരുന്നു. ഇതൊക്കെ അഡൾട്ട്സിൻ്റെ സ്റ്റോൾസ് ആണ് കേട്ടോ. അപ്പം കിഡ്സിൻ്റെ വേറെ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ അഡൾട്ട്സിൽ എന്താ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാണ്. സ്ലൈം മേക്കിംഗ് വർക്ക്ഷോപ്സും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. ആ സൈഡിൽ കാണുന്നതൊക്കെയാണ് വർക്ക്ഷോപ്സ് നടക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ സ്ലൈം മേക്കിംഗ് എഴുതി കാണുന്നില്ലേ, അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ എൻട്രി എടുത്തിട്ട് അവിടെ നിന്ന് സെഷൻസ് അറ്റൻഡ് ചെയ്യാം, അല്ലെ വാങ്ങിക്കുകയും ചെയ്യാം. സ്ലൈംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കോർണേഴ്സ് ഉണ്ടായിരുന്നു, ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ തന്നെ ലൈവായിട്ട് കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ക്രൗഡ് ഉണ്ട് അവിടെ തന്നെ. ഒരുപാട് അവാർഡ്സ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഹാഫ് കാര്യങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കി ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. നമ്മൾ ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോഴും അവിടെ ഇങ്ങനെ ചെറിയ മക്കൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഗെയിം ഉണ്ടായിരുന്നു. ഗെയിമിൻ്റെ പേര് ബീറ്റ് ദ ബസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസർ ബീറ്റ്, അതായത് നമ്മളതിങ്ങനെ ഒരു മെറ്റൽ റോഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ബീറ്റ് ബസർ സൗണ്ട് വരാൻ പാടില്ല, അങ്ങനെ ആകുമ്പോൾ എലിമിനേറ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ 1-2 ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഇഷ്ടമാവും. അപ്പോൾ അത് മോള് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അവൾ പിന്നെയും ഞാൻ തിരിച്ചു പോയിട്ട് പിന്നെയും വന്നിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ എന്നെ ഒറ്റയ്ക്ക് വന്നിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര രസമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. അല്ലാതെ തന്നെ അവിടെ ഓൾറെഡി കുറേ ലേണിംഗ് ക്ലാസ്സസും അങ്ങനത്തെ ഒക്കെ ഡെയിലി ബേസിൽ നടക്കുന്നുണ്ട്. അതൊരു ഫുള്ളായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾക്ക് മന്ത്ലി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി മെമ്പർഷിപ്പ് അവിടെ അലൗഡ് ആണ്. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്. ഇതൊന്നും ഈ ഫ്ലീ മാർക്കറ്റിൽ അല്ലാണ്ട് തന്നെ പൊതുവേ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളാണ്, ആക്ടിവിറ്റീസാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു സ്കൂൾ പോലെ, സ്കൂളായിട്ട് ക്ലാസ്സസ് ഒന്നും ഇല്ല, പക്ഷേ ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് നോക്കിയപ്പോൾ ഡൊമിനോസിൻ്റെ പ്രീ മേക്ക് ചെയ്തിട്ടുള്ള പിസ്സാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം അവൾക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോൾ പിന്നെ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത്ര ചൂടൊന്നുമില്ല, ബട്ട് ഓക്കെ ആയിരുന്നു, കഴിക്കാം. അങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഒരുപാടുണ്ട്. പക്ഷേ അവൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രീ മേക്ക് ചെയ്തിട്ട് വരുന്നതാണ്, അല്ലാണ്ട് ലൈവായിട്ടും ഫുഡ് അവിടെ ഉണ്ടായിരുന്നു, കൗണ്ടേഴ്സിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോളിലേക്ക് പോയി. ഇനി ഇതും കഴിച്ച് ഇനിയിപ്പോൾ നേരെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡേ 2 കൂടെ കാണിച്ചു തരാം കേട്ടോ.
ഇതെനിക്ക് സെറോലേഷ്യസിലെ മോളുടെ അമ്മ തന്നിട്ടുള്ള ഒരു സ്ലൈസ് ഓഫ് പിസ്സയാണ്. അപ്പം അത് അവരുടെ പേരൻസ് വരുമ്പോൾ എന്തോ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ ഷെയർ ചെയ്തതാണ്. നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആകുമ്പോഴും കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നൈസ്. നമ്മൾ എൻജോയ് ആണ് നമ്മളെ വർക്ക്. നോർമൽ വർക്കിനെക്കാട്ടിലും എന്തെങ്കിലും ഡിഫറെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി മൈൻഡ് നന്നായിട്ട് റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. യാപ്പു ഈസ് മോർ എക്സൈറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. പാക്കിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് അത്ര ഫോഴ്സ് കിട്ടുന്നില്ല. ബാക്കി അവൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവൾ തന്നെയാണ് ചെയ്യുന്നത്. ആകെ പ്രസ് മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗൊക്കെ പാക്കേജ് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഒരു 9:30 അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ആക്ച്വലി അത് വൈൻഡപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ട്രാവൽ ചെയ്ത് വന്നൊക്കെ കൊണ്ട് ടയർഡായിരുന്നു. അപ്പം ഇനിയിപ്പം നേരെ റൂമിൽ പോകണം. അവിടെ എന്തൊക്കെയോ സെലിബ്രേഷൻസ് നടക്കായിരുന്നു. എന്തോ ഒരു പള്ളി പെരുന്നാളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റൂംസൊന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് ഒരു Airbnb ഒരു ഫ്ലാറ്റാണ് കിട്ടിയത്. ഫ്ലാറ്റിലത്തെ 3 BHK അകത്തുള്ള ഒരു റൂമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ആപ്പിനോട് പ്രോമിസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം പിടിച്ചിരുത്തി നമ്മളോട് കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 1/2 hour അവിടെ ഇരുന്ന് കൊടുത്തു അവളുടെ ഒരു പ്ലേ ടൈമിന് വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പം അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഒന്ന് പുറത്തേക്കൊന്ന് പോവാം. അത്ര ലേറ്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഒരു 10 മണിയായിട്ടേ ഉണ്ടായിരുന്നു. അപ്പം നേരെ ഒന്ന് പുറത്തൊക്കെ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് മൊത്തത്തിൽ ലൈറ്റും ഫുൾ എല്ലാ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ വിഷുവൊക്കെ പോലെ ആൾക്കാരിൽ നിന്ന് പടക്കമൊക്കെ പൊട്ടിക്കണു. അപ്പോഴാണ് മനസ്സിലായി അവിടെ എന്തോ ഒരു പള്ളിയിൽ എന്തൊരു മെയിൻ ഒരു പെരുന്നാൾ ദിവസമായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഹോട്ടൽ റൂംസ് എല്ലാം ഓക്യുപ്പൈഡ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, എല്ലാവരും ഭയങ്കര സെലിബ്രേഷൻ മൂഡിൽ നൈസായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കറങ്ങി കണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. മീനോളജി നല്ല പേര്. അങ്ങനെ നമ്മൾ ടോട്ടോലാൻഡിൻ്റെ തൊട്ട് മുൻപിലായിട്ടുള്ള ഈ മീനോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നമ്മൾ ലാസ്റ്റിലത്തെ കസ്റ്റമറായിരുന്നു. അവിടെ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. വളരെ ഷോർട്ടായിട്ടുള്ള മെനു ആയിരുന്നു, കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ മെയിൻ അവിടെ എന്താണോ ഉള്ളത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് മോളി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിഷ് മോളി വന്നപ്പോഴത്തേക്കാണ് ക്വാണ്ടിറ്റി കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. അതിൻ്റെ മുന്നേ ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ കപ്പ ഫിഷ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഫുഡൊക്കെ നൈസായിരുന്നു. Bye, Bara. With this, we are winding up today's vlog. Bye. Okay, see you tomorrow. Bye. അങ്ങനെ
അങ്ങനെ ഡേ 2 ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഉള്ള വ്യൂ ആണ്. അത്യാവശ്യം ശോഭ സിറ്റീൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ ഫുൾ ഫ്രീ ആണ്, അപ്പോൾ ഒന്ന് ശോഭ സിറ്റിയെല്ലാം ഒന്ന് കറങ്ങി ഒരു മൂവിക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലെ അതൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നേരെ പോയി അതൊക്കെ കണ്ടിട്ട് 3 മണിക്കേ നമുക്ക് ആക്ച്വലി നമ്മൾ സ്റ്റോളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, ടോട്ടോയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആണ്. സോ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആര്യാസ് ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ശോഭ സിറ്റിയിൽ പോയിട്ട് മൂവിക്ക് കയറി. അങ്ങനെ മീൻവെൽ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് മൂവിക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ വേഗം ഓടി കയറി മൂവി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെക്ഡി ഉണ്ടായിരുന്നു അവിടെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ബർഗറും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അവിടെ തന്നെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് നോർമലി മെക്ഡിയിലത്തെ ബർഗർ കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പോൾ ഇത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ബർഗർ മാറിപ്പോയെന്നറിയില്ല. പിന്നെ അപ്പന് കോൾഡ് കോഫി വേണമെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് വയറൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ നേരെ ടോട്ടോ ലാൻഡിലേക്ക് പോകണം. അവിടെ എന്നിട്ട് വേണം ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ഒരു ഭയങ്കര ക്രേവിങ് പോലെ തോന്നിയിട്ട് അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് കുറച്ച് ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊരു ചോക്ലേറ്റ് സിറപ്പ് ഇടുന്നതായിരുന്നു. പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു. ആ ചോക്ലേറ്റ് സിറപ്പിന് ഒരു വൃത്തിയായിട്ട ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഞാനത് കഴിച്ചു തീർക്കാൻ പെട്ട ഒരു പാട്. വളരെ ഫ്ലോപ്പായിരുന്നു, വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അവസാനം. അങ്ങനെ അതും കഴിച്ചു. ഇനിയിപ്പോൾ നേരെ ടോട്ടോ ലാൻഡിലേക്ക്. കുറച്ച് പേരൻസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പൊക്കെ ഐഡിയാസ് വന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഇതിലുള്ള ബെനിഫിറ്റ്സ് എന്താണ്, മോൾക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ബേസിക്കലി പറയാനുള്ളത്, ആരും ഫിനാൻഷ്യൽ ഒരു ബെനിഫിറ്റിനെ നോക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. ആസ് എ പേരൻസ് ഞാനും ശ്രീശാന്തും ഈ അപ്റ്റേക്ക് കൊടുക്കാൻ വിചാരിച്ചേക്കുന്നത് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, ആൾക്കാരുമായിട്ട് സംസാരിക്കുക, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. മറ്റുള്ള കുട്ടികൾ ഇപ്പോൾ ചാവളേക്കാട്ട് ചെറിയ മക്കളൊക്കെ അവിടെ സ്റ്റോളിട്ടൊക്കെ കാണുമ്പം അവൾ കുറച്ചും കൂടെ മെച്യൂറായിട്ട് ഇതിനെ ഡീൽ ചെയ്യണമെന്നൊക്കെ തോന്നി. അന്നത്തെ ആ ഒരു ഇവൻറ്റിന് ശേഷം ആ ചെറിയ മോള് സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പം ഓക്കെ, ഐ ഷുഡ് ഓൾസോ ഡൂ ദിസ് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഡെഫിനറ്റ്ലി നന്നായിട്ടുണ്ട്. പിന്നെ ഈ സെറ്റിംഗ് അപ്പ് ഓഫ് അതായത് സ്റ്റോൾ സെറ്റൊക്കെ ചെയ്യുമ്പം അവളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊന്നും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറില്ല, അവൾ തന്നെയാണ് എല്ലാം ടേബിളിൽ എടുത്ത് വെച്ച് എല്ലാം ചെയ്യൽ. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി മെയിനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഫിനാൻസ്, അതായത് പൈസ തന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യുക, ഒക്കെ എടുത്ത് വെക്കുക, എഴുതി വെക്കുക എന്നുള്ളതൊക്കെ ആളുടെ ഡ്യൂട്ടി തന്നെയാണ്. അതിലും ഞങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യാറില്ല. അപ്പോൾ മെയിനായിട്ട് ഒരു മാഗ്നറ്റ് സോൾഡ് ആയി കഴിഞ്ഞാൽ അത് എഴുതി വെക്കണം. പിന്നെ ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് സൈഡ് ഹാസ് ബിക്കം എക്സലൻറ്റ്, ബിക്കോസ് അവളാണ് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യുക. പിൻട്രസ്റ്റ് ആണെങ്കിലും ഗൂഗിളൊക്കെ നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതാണ് ഞങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കാറുള്ളത്. അപ്പം അത് കുറേ വാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കുറേ കളേഴ്സ് വരുന്നുണ്ട് മൈൻഡിൽ. എപ്പോഴും ഈ ഡാർക്ക് ഇമേജസിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വൈറ്റ് ഇമേജസ് അല്ലെങ്കിൽ കളർഫുൾ ഇമേജസിലേക്ക് അവളെ കോൺസെൻട്രേഷൻ പോയി തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ക്രീൻ ടൈം ഡെഫിനറ്റ്ലി ഒരു നല്ല ഒരു സമയം സ്ക്രീൻ ടൈം ഒന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, മാഗ്നറ്റ് ബിസിനസ് അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ, സ്റ്റിക്കേഴ്സ് കൊടുക്കണം, ബോക്സ് കൊടുക്കണം, പാക്കിങ് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, അങ്ങനത്തെ പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വല്ല ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുള്ളൂ. അത്യാവശ്യം ഈ കട്ടിങ്ങിൽ ചില കട്ടിങ്സ് വരുമ്പം അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിനൊരു പ്രത്യേക തരം ഒരു ബ്ലേഡാണ് അതിന് വരുന്നത്. അപ്പോൾ കൈമുറിയോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്കും ഉണ്ട്. അപ്പം ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അവൾ ഇതിനെല്ലാം കേപ്പബിൾ ആവും. അതുവരെ ഞങ്ങളൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്.
അപ്പം മാഷാ അല്ലാ അങ്ങനെ അല്ലെ ഇൻഷാല്ലാ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സ്പോഷർ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മോട്ടീവ്. പിന്നെ ഫൈനാൻസസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയതിനെക്കാട്ടിലും ഒരു കുറച്ച് % എന്തായാലും അങ്ങോട്ടേക്ക് ഇടേണ്ടി വരാറുണ്ട്. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഫുഡുണ്ട്, റൂമുണ്ട്, അതെല്ലാം കവറപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് പോസിബിൾ അല്ല. ബട്ട് എനിക്ക് ഒരു 80% ഓഫ് ദ റിട്ടേൺസ് കിട്ടാറുണ്ട്. ബാക്കി 20% നമ്മൾ എന്തായാലും ഇടേണ്ടി വരും, എല്ലാം ഇതാക്കണമെന്നില്ല. പിന്നെ ഈ റിയൽ ലൈഫ് അപ്രിസിയേഷനൊക്കെ കിട്ടുമ്പം അവൾക്കത് ഭയങ്കര ഹാപ്പിയാണ്. അവൾ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ഓർത്തോർത്ത് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഒരു പ്രഷ്യസ് മൊമെൻ്റാണ്. അപ്പോൾ നിങ്ങളൊരു പേരൻ്റാണ്, ഡെഫിനറ്റ്ലി ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വാട്ട് എവർ ലിറ്റിൽ യു നോ. അപ്പം അവർക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത് അന്വേഷിക്കുക, ഒന്ന് സംസാരിക്കുക മക്കളടുത്ത്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി റോങ്. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വെറുതെ.